ഇപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് തിയറംസ് ആണ്. സൈക്ലിക് ഗ്രൂപ്പ്സിലെ പ്രധാനപ്പെട്ട തിയറംസ് ഓരോന്നായി നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ്, തിയറം 4.1, ക്രൈറ്റീരിയൻ ഫോർ എ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ജെ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ഏത് എലമെൻസിനെയും നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ സാധിക്കും. എയുടെ പവറായിട്ട് എഴുതാൻ സാധിക്കും. വേർ എ ഇസ് ദ ജനറേറ്റർ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏത് എലമെൻറ്റിനെയും നമുക്ക് ഇത്തരത്തിൽ എഴുതാനായിട്ട് സാധിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, Z4 എന്ന് പറഞ്ഞു. Z4ലെ മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ പറയാം? Z4 is equal to 0, 1, 2, 3. ഇതാണ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. നമുക്കതിലെ ജനറേറ്റേഴ്സ് 1ഉം 3ഉം ജനറേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? വണ്ണിൻ്റെ പവറായിട്ട് എല്ലാത്തിനും എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് 1 raised to 1, that is 1. 1 raised to 2 എന്ന് പറയുന്നതാണ് 2 അല്ലേ? വാട്ട് ഈസ് 1 raised to 1 raised to 2 is equal to 1 plus 1. മോഡുലസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോഡ് 4 ആണ്. 1 plus 1 is equal to 2. അതേപോലെ 1 ക്യൂബ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. ആൻഡ് 1 raised to 4 എന്നുള്ളത് 4 ആണ്. 4 എന്നുള്ളത് മോഡ് 4 ഉപയോഗിക്കുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് വരും. അപ്പോൾ പ്രത്യേകത നോക്കി, എല്ലാ എലമെൻറ്റ്സിനെയും തന്നെ നമുക്ക് 1ൻ്റെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്തു. അതായത് ഏത് എലമെൻറ്റിനെയും നമുക്ക് 1നെ നമ്മൾ എ എന്ന് വിളിക്കുന്നു, അതായത് ജനറേറ്റർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ പവറായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചു. കണ്ടീഷൻ ഇതാണ്, ആ എൻ എന്ന് പറയുന്നത് എവിടുത്തെ മെമ്പറായിരിക്കും? ഈ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിലെ മെമ്പറായിരിക്കും. അപ്പോൾ ഇതാണ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഏത് ഗ്രൂപ്പിനകത്തുള്ള ഏത് എലമെൻറ്റിനെയും അതിലെ ജനറേറ്ററിൻ്റെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നൊട്ടേഷനിൽ 1 raised to 3 എന്ന് എഴുതിയാലും അതിന് മീനിങ് ഇതാണ്: 1 is operated thrice. ഓപ്പറേഷൻ മീൻസ് ദ ഓപ്പറേഷൻ ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ 1 × 1 × 1 ആ അർത്ഥമല്ല ഉള്ളത് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വരികയാണെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യം ഇതാണ്. നമുക്കറിഞ്ഞിരിക്കേണ്ടത് ക്രൈറ്റീരിയൻ ഫോർ എ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ജെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പം നമുക്ക് 1 raised to 3 ആണെന്നറിയാം. ഇപ്പം ഞാൻ 1ൻ്റെ പവേഴ്സ് എനിക്ക് വീണ്ടും എനിക്കിത് ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ പോകാവുന്നതാണ്. അതായത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വിചാരിച്ചോളൂ. അതായത് ഞാൻ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ്? 1 raised to 5 എന്ന് പറയും. 1 raised to 5 എന്ന് പറഞ്ഞാൽ 1നെ 5 times ആഡ് ചെയ്യുക. 5 times ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് വരും. മോഡ് 4 ഉപയോഗിക്കുമ്പോൾ അത് 1 ആയിട്ട് മാറും. സോ 1 raised to 5 becomes 1. അടുത്തത് 1 raised to 6 കണ്ടു കഴിഞ്ഞാൽ 6 എന്ന് വരും. 6 under more 4 becomes 2. 1 raised to 7 becomes 3. 1 raised to 8 becomes 0. ഈ പ്രോസസ്സ് വേണമെങ്കിൽ ഇങ്ങനെ തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അത് ഈക്വലായിട്ട് മാറും. അതായത് ഇപ്പോൾ നോക്കിയാൽ അറിയാം, 1 square 2 ആണ്. 1 square 2 ആണ്. അതുപോലെ തന്നെ 1 raised to 6 × 2 ആണ്. 1 square is same as 1 raised to 6. അതേപോലെ മറ്റൊരെണ്ണം 1 cube. 1 cube സെയിം ആസ് 1 raised to 7. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേകത കാണാൻ സാധിച്ചു. അതായത് നമുക്കിവിടെ കാണാൻ സാധിച്ചത് എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു സം എ റൈസ് ടു ജെ. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ഫോമിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണിത്. എന്നാൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പിന് ഈ പ്രത്യേകതയില്ല. ഇൻഫിനിറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ,
ഇസഡ് പറഞ്ഞു, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിലെ ജനറേറ്ററാണ് 1 എന്ന് പറഞ്ഞു. പ്രത്യേകത ഇതാണ്, നമുക്ക് ഏത് എലമെൻറ്റിനെയും 1ൻ്റെ പവറായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 2 ടൈംസ് 1 ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 2 into 1 എന്നാണ്. 1 ക്യൂബ് മീൻസ് 3 ടൈംസ് 1 അല്ലേ. ഇൻ ജനറൽ 1 raised to n എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? n into 1 എന്നാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകത ഇതാണ്, ഏതിനെയും ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ നമുക്ക് എനിക്ക് 1ന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? 1 into 1 എന്ന് എഴുതാം. 2ന് പകരം എനിക്ക് 2 into 1 എന്ന് എഴുതാം. കാര്യം നമുക്ക് ജനറേറ്ററിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ 1 is a ജനറേറ്റർ. ഈ ഒരു ഫോമിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. 0 എങ്ങനെ എഴുതാം? 0 into 1 എന്ന് എഴുതാം. അതേപോലെ -1നെ -1 into 1 എന്ന് എഴുതാം. ഈ ഫോമിൽ എല്ലാ ഇൻഡിജേഴ്സിനെയും എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനകത്തുള്ള എല്ലാ ഇൻഡിജേഴ്സിനെയും ഏത് ഫോമിൽ എഴുതാം? NA ഫോമിൽ എഴുതാം. NA പ്രത്യേകത ഇതാണ്, n എലമെൻറ്റ് ഓഫ് Z. ഇതാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൻ്റെ പ്രത്യേകത, NA. അപ്പോൾ മനസ്സിലാക്കണം, A raised to n എന്നുള്ളത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് വരുമ്പോൾ A raised to n എന്ന് ഉദ്ദേശിക്കുന്നത് Aയെ n ടൈംസ് ആഡ് ചെയ്യുക എന്നാണ്. പകരം നമ്മൾ അങ്ങനെ പറയും n into A എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്, ആക്ച്വൽ മീനിങ്. കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡീഷൻ മോഡൽ, യൂഷ്വൽ അഡീഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ സൈക്ലിക് ആണെന്ന് മാത്രമല്ല, അതിന് നമുക്ക് ഏത് ഫോമിൽ എഴുതാം? NA ഫോമിൽ എഴുതാം. n എലമെൻറ്റ് ഓഫ് Z. എയുടെ സ്ഥാനത്ത്, എ ആണ് ജനറേറ്റർ എന്ന് പറഞ്ഞു, എയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 1ഉം വരാം, -1ഉം വരാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഇവിടെ ഒരു കാരണവശാലും എങ്ങനെ വരില്ല? A raised to I ഈക്വൽ ടു A raised to J എന്നുള്ളൊരു കേസ് വരില്ല. കാര്യം ഇവിടെ A raised to I എന്ന് പറഞ്ഞ അർത്ഥം എന്താ? I into A എന്നാണ് അർത്ഥം. A raised to J എന്ന് പറഞ്ഞ അർത്ഥം J into A എന്നാണ്. അതായത് I into A എന്ന് പറയുന്നത് J into Aയും ഒരിക്കലും ഈക്വൽ ആവില്ല. കാര്യം ഇത് Z എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ്. Z4 ഫൈനൈറ്റ് ഗ്രൂപ്പായിരുന്നു. ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ കേസിൽ A raised to I is equal to A raised to J ആവുന്നുണ്ട്. ഇൻഫിനിറ്റ് ഗ്രൂപ്പിൻ്റെ കേസിൽ A raised to I equal to A raised to J ആവുന്നില്ല. അതായത് IA നോട്ട് ഈക്വൽ ടു GA എന്നാണ് വരുന്നത്. അവിടെ ജനറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഫോമിൽ ഈ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ട്, ഇപ്പോൾ 10 കിട്ടണമെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ 1ന് 10 ടൈംസ് ആഡ് ചെയ്യുക, 10 into 1. 1000 കിട്ടണമെങ്കിൽ 1ന് 1000 ടൈംസ് ആഡ് ചെയ്യുക. അതായത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരിക്കൽ പോലും ഇത് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നില്ല. ഫൈനൽ ഗ്രൂപ്പിൽ അങ്ങനെയല്ല. നമ്മൾ Z4ൻ്റെ കേസിൽ 1 raised to 4 വന്നപ്പോൾ 0 വന്നു, പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, പിന്നെ 1 2 3 0, 1 raised to 8 ആയപ്പോൾ 0 ആയി, 1 raised to 9 ആയപ്പോൾ വീണ്ടും 1 ആയി. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഇൻഫിനിറ്റ് ഗ്രൂപ്പിൽ നമ്മൾ പറയും ഇത് ഈ പ്രോസസ്സ് അവസാനിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഞാൻ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് തിയറത്തിലേക്ക് വരാം. ക്രൈറ്റീരിയൻ ഫോർ A raised to I is equal to A raised to J. അപ്പോൾ ലെറ്റ് G be a group and A element of G. ഇത്രയും മാത്രമേ നമുക്ക് ആദ്യം പറയുന്നുള്ളൂ. G is a ഗ്രൂപ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് മനസ്സിലാക്കുക, ഫൈനൈറ്റ് ഗ്രൂപ്പ് ആകാം, ഇൻഫിനിറ്റ് ഗ്രൂപ്പ് ആകാം. നമ്മൾ 2 എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഫൈനൈറ്റ് ഗ്രൂപ്പിൽ A raised to I is equal to A raised to J ആവുന്ന സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഫിനിറ്റ് ഗ്രൂപ്പിൽ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 2 കേസും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ പ്രൂഫിലേക്ക് പോകുന്നത്. ജനറൽ പ്രൂഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളിലൂടെ നമ്മൾ കാര്യങ്ങൾ കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മളതിനെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് ജനറേറ്റേഴ്സിൻ്റെ പവേഴ്സ് ഈക്വൽ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ തിയറത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയൻ ഫോർ A raised to I is equal to A raised to J. ലെറ്റ് G be a group and A element of G. അപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കുകയാണ്. ഇഫ് ഓർഡർ ഓഫ് A is equal to infinity, then A raised to I is equal to A raised to J if and only if I is equal to J. അപ്പോൾ പ്രത്യേകത ഇതാണ്, ഓർഡർ ഓഫ് A ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം വേറൊന്നുമില്ല. നമുക്കറിയാം സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുക്കുന്നു. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ 1 ജനറേറ്റർ ആണെന്ന് പറഞ്ഞു. 1ൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ആണെന്ന് പറയുന്നു. 1ൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
1നെ നമുക്ക് എത്ര പ്രാവശ്യം ആഡ് ചെയ്താലും എന്താവുന്നില്ല, ഐഡൻറ്റിറ്റി ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും 1ൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് പറയും. അപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ കേസാണ് നമ്മുടെ കേസ് 1 ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഒരു നല്ല എക്സാമ്പിളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ a raised to i is equal to a raised to j ആകുന്ന ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് i is equal to j എന്ന കേസിൽ മാത്രമേ a raised to i a raised to j ആവുള്ളൂ. അല്ലാതെ വേറൊരു കേസിലും ആവില്ല. എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു i a നോട്ട് ഈക്വൽ ടു j എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈക്വൽ ആകണമെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതായത് ഇപ്പം 1 raised to 3 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 3 into 1 3 ആയിട്ട് മാറും. ഒരു കാരണവശാലും വേറെ ഒരു പവറും 3 ആകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. a raised to i a raised to j ആണെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ മാത്രം, ഈ ഐയും ജെയും ഈക്വൽ ആണ്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം 1 raised to 3 is equal to 3 എന്ന് പറഞ്ഞു. വീണ്ടും 1 raised to 3 തന്നെ കണ്ടാൽ 3 വരും. അതായത് ഇവിടെ ഇതിനെ നമുക്ക് ഐ എന്നും ഇതിനെ ജെ എന്നും വിളിക്കുകയാണെങ്കിൽ, ഈ 3യെ ഐ എന്നും ഈ 3യെ ജെ എന്നും വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഐയും ജെ ഈക്വലായി. അങ്ങനെ വന്നപ്പോൾ റൈറ്റ് സൈഡ് ഈക്വലായി എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ഐ ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണെങ്കിൽ a raised to i is equal to a raised to j if and only if i is equal to j. Then case 2, if order of i is equal to n എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ, അപ്പോൾ ഓർഡർ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് നോക്കാം. ഇപ്പോൾ Z4ൻ്റെ കേസ് പറഞ്ഞു. Z4ൻ്റെ ജനറേറ്ററാണ് 1 എന്ന് പറഞ്ഞു. 1ൻ്റെ ഓർഡർ എന്താ? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അർത്ഥം ആ എലമെൻറ്റിനെ എത്ര കുറഞ്ഞ പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താൽ ഐഡൻറ്റിറ്റി കിട്ടുമെന്ന് നോക്കൂ. ഇപ്പം എയുടെ ഓർഡറാണ് n എന്ന് പറഞ്ഞ അർത്ഥം എന്താ? n ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുന്നു. ഇനി എന്നിൽ കൂടുതൽ ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടാം, പക്ഷേ n ആണ് അവിടുത്തെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എയുടെ ഓർഡറാണ് n എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞു 1 raised to 1 1 square 1 cube 1 raised to 4 എന്നൊക്കെ പറഞ്ഞു. 1 raised to 4 എത്തിയപ്പോൾ നമ്മൾ Z4ലെ ഐഡൻറ്റിറ്റിയിലെത്തി. ഇനി നോക്കൂ, 1 raised to 8 പറഞ്ഞാലും 0 കിട്ടും, 1 raised to 12 കണ്ടാലും 0 കിട്ടും. അപ്പോൾ 1നെ 4 ടൈംസ് ഓപ്പറേറ്റ് ചെയ്താൽ 8 ടൈംസ് ചെയ്താൽ 12 ടൈംസ് ചെയ്താൽ ഒക്കെ തന്നെ 0 കിട്ടും. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് എപ്പോൾ 0 കിട്ടിയെന്ന് ചോദിച്ചാൽ എത്ര ടൈംസ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ്? 4 ടൈംസ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ നമ്മൾ പറയും 1ൻ്റെ ഓർഡറാണ് 4 എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ എലമെൻറ്റിൻ്റെയും നമുക്ക് ഓർഡർ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ജനറേറ്ററിൻ്റെ ഓർഡർ മാത്രമേ നമ്മളിവിടെ പരിശോധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെടുക്കുന്ന ജനറേറ്ററിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് കഴിയുമ്പോൾ അത് ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത നമുക്കിവിടെ നോക്കാം. ഇഫ് ഓർഡർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു n, അതായത് എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ n ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ Z4ൻ്റെ കേസിൽ എയുടെ സ്ഥാനത്ത് 1 വന്നു, 1ൻ്റെ ഓർഡർ നമുക്ക് 4 ആണെന്ന് മനസ്സിലായി. ഇനി Z6 ആണ് വരുന്നതെങ്കിൽ എയുടെ സ്ഥാനത്ത് 1 എടുക്കാം, പക്ഷേ 1ൻ്റെ ഓർഡർ അവിടെ 6 ആയിട്ട് മാറും. അതാണ് വ്യത്യാസം. ഇഫ് ഓർഡർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു n, ദെൻ a raised to i is equal to a raised to j. അതായത് രണ്ട് പവേഴ്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഡിവൈഡ്സ് i മൈനസ് j. കണ്ടീഷൻ എന്താ? ഈ പറയുന്ന ഓർഡർ എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യും? i മൈനസ് ജെയെ ഡിവൈഡ് ചെയ്യും. ഇതും നമ്മൾ എക്സാമ്പിളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്. Z4ൻ്റെ കേസിൽ 1 സ്ക്വയർ 1 raised to 6 1 raised to 3 1 raised to 7 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ i എന്ന് പറയുന്നത് 2 ആണ്, j എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് എടുത്ത് നോക്കാം. i മൈനസ് ജെ എന്ന് പറയുന്നത് -4i. ആ -4 എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യും? 1ൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. 1ൻ്റെ ഓർഡർ 4 ആയിരുന്നു. Z4ലെ 1ൻ്റെ ഓർഡർ 4 ആയിരുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് i മൈനസ് ജെ എന്ന് പറയുന്നത് ഇവിടെ -4 എന്ന് കണ്ടു. ആ -4 ഡിവൈഡ്സ് 4 എന്ന് കിട്ടി. അതേപോലെ അടുത്ത കേസിൽ ഐയുടെ സ്ഥാനത്ത് 3 വന്നു, ജെയുടെ സ്ഥാനത്ത് 7 വന്നു. അപ്പോൾ
എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെയുടെ അടുത്ത കേസാണ്. അപ്പോൾ ഇവിടെ ഐ മൈനസ് ജെ കണ്ടു നോക്കാം. 3 - 7 അത് -4 എന്ന് വന്നു. -4 ഡിവൈഡ്സ് 4. അപ്പോൾ ഐ മൈനസ് ജെ ഡിവൈഡ്സ് എൻ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ കേസാണ് ഞാൻ സെക്കൻഡ് കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഫ് ഓർഡർ ഓഫ് ഐ ഈക്വൽ ടു എൻ ദെൻ എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഡിവൈഡ്സ് ഐ മൈനസ് ജെ. അപ്പോൾ ഇനി ഇവിടുത്തെ പ്രത്യേകത എ ആണ് ജനറേറ്റർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് Z4 എങ്ങനെ എഴുതാം? സൈക്ലിക് 1 എന്ന് എഴുതാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഞാൻ സൈക്ലിക് എ എന്ന് എഴുതി. മീനിങ് ഇതാണ്, എ ആണ് ജനറേറ്റർ. അപ്പോൾ എയുടെ ഓർഡർ n ആണെന്ന് പറഞ്ഞു. എയുടെ ഓർഡർ n ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ ഓരോ പവേഴ്സ് എടുക്കാം. അത് എയുടെ പവർ n ആയി മാറുമ്പോൾ അത് ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് 1/4 0 കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1/1 1, 1² 2, 1³ 3, 1/4 0 ഇത്ര ആയപ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് പവേഴ്സ് കാണേണ്ടതില്ല. അപ്പോൾ 1ൻ്റെ പവർ എത്രയാണോ ഓർഡർ അവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു? എ എന്നെടുത്തു. അടുത്തത് A², അങ്ങനെ പോയി എ റൈസ് ടു n - 1 എടുത്തു. ലാസ്റ്റ് വന്നിട്ട് എ റൈസ് ടു n കാണുമ്പോൾ അതെന്തായിട്ട് മാറും? ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. അതുകൊണ്ട് ഞാനിവിടെ എ റൈസ് ടു n എന്ന് എടുത്ത് എഴുതിയിട്ടില്ല. അതിന് പകരം ഐഡൻറ്റിറ്റി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഐഡൻറ്റിറ്റി ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ ഐഡൻറ്റിറ്റി ആദ്യം എഴുതി. അപ്പോൾ ആക്ച്വലി ആദ്യം ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നില്ല. ആദ്യം എ ആണ് വരുന്നത്. A² എ റൈസ് ടു n - 1 എ റൈസ് ടു n എത്തുമ്പോൾ അത് ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. ഞാൻ ആ ഐഡൻറ്റിറ്റി ആദ്യം എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ. എക്സാമ്പിളിൽ ഇതെല്ലാം ശരിയാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. കേസ് 1, ഓർഡർ ഓഫ് ഐ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് എടുക്കുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എക്സാമ്പിൾ വരേണ്ടത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൽ ജനറേറ്ററായിട്ടുള്ള 1 എടുത്താൽ 1ൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ആണ്. കാര്യം 1നെ എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ഇവിടെ എന്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? 0 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. 1² എടുത്താൽ അത് എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താലും, അതായത് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആയിരിക്കും 1/0 ആയല്ലോ. അതല്ല കാര്യം. ഓർഡറിൻ്റെ പ്രത്യേകത എന്താ? ഓർഡർ ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അത് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അല്ലാതെ 1/0 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1/0 ആണ് ശരിയാണ്, പക്ഷേ അത് കാര്യമില്ല. അപ്പോൾ 1ൻ്റെ പവർ എ റൈസ് ടു n അകത്ത് n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പം അവിടെ വേറെ മാർഗമൊന്നുമില്ല, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് ഓർഡർ ഓഫ് ഐ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എയുടെ ഓർഡർ ഇൻഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമുക്ക് ഒരു നമ്പറിനെയും, അതായത് എയുടെ ഏത് പവർ എടുത്താലും എന്ത് കിട്ടില്ല? ഐഡൻറ്റിറ്റി കിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ദെൻ ദർ ഈസ് നോ നോൺ സീറോ n സച്ച് ദാറ്റ് എ റൈസ് ടു n ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇത് ഞാൻ ചെയ്യുന്നത് രണ്ട് സൈഡിലും എ റൈസ് ടു -j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു -j ഇസ് ഈക്വൽ ടു എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു -j. ലെഫ്റ്റ് സൈഡിൽ എന്താവും? എ റൈസ് ടു ഐ - j എന്നാവും. റൈറ്റ് സൈഡിൽ എ റൈസ് ടു 0 എന്നാവും. ഇനി എ റൈസ് ടു 0 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ഐഡൻറ്റിറ്റി ആണ്. ഏത് റൈസ് ടു 0 എടുത്താൽ കിട്ടാൻ പോകുന്നത് അവിടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എ റൈസ് ടു 0 മീൻസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ എ റൈസ് ടു ഐ - j ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് വന്നു. മാത്രമല്ല, അപ്പോൾ ഇവിടെ ഐ - j എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഐ - j 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഐ ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ നമ്മുടെ പ്രൂഫായല്ലോ. ഫസ്റ്റ് പാർട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ഈക്വൽ ടു ജെ. ആ ഒരു പ്രൂഫിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഇൻഫിനിറ്റ് ഗ്രൂപ്പിൻ്റെ കേസിൽ എന്താ പ്രത്യേകത? നമുക്ക് എ റൈസ് ടു n ഈ ആകത്തക്ക രീതിയിൽ ഒരു എലമെൻറ്റും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ആ കേസിൽ
നമുക്ക് എന്ത് വന്നു? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ദർ ഇസ് നോ നോൺ സീറോ സച്ച് ദാറ്റ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഇ എന്ന് വന്നു കഴിഞ്ഞു. എൻ എന്ന് പറഞ്ഞ ഒരിക്കലും സീറോ അല്ലാതെ ഒരു നമ്പർ ആകാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടി? ഐ മൈനസ് ജെ സീറോ എന്ന് കിട്ടി. അപ്പോൾ ഐ ഈക്വൽ ടു ജെ ആയിട്ട് മാറി. അടുത്തത് നമുക്ക് നോക്കേണ്ടത് എയുടെ ഓർഡർ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, എ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ആണെങ്കിൽ എൻ ഡിവൈഡ്സ് ഐ മൈനസ് ജെ എന്ന് പ്രൂവ് ചെയ്യണം. അത് രണ്ട് തരത്തിൽ പ്രൂവ് ചെയ്യണം. ഇഫ് ആൻഡ് ഓൺലി പ്രൂവ് ചെയ്യണം. കൂടാതെ അങ്ങനെ എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഇത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാനുണ്ട്. അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിവിടെ ചെയ്തു പോകാൻ സാധിക്കും. അവിടെ ചേരുമ്പോഴാണ് തിയറം 4.1 കംപ്ലീറ്റ് ആവുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ നല്ലോണം എഴുതി പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം പാർട്ട് 2. ഗിവൺ ദാറ്റ് ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ എയുടെ ഓർഡർ എൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൂഫ് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒരു എക്സാമ്പിളാണ് Z4. അവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, ഓർഡർ 4 ആണ്. അപ്പോൾ ഫസ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് സൈക്ലിക് എ ഈസ് ഈക്വൽ ടു ഇ എ എ സ്ക്വയർ എക്സെട്ര എ റൈസ് ടു എൻ മൈനസ് 1. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ ജനറേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനകത്ത് എൻ എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തും. അതായത് എ സ്ക്വയർ എ റൈസ് ടു എൻ മൈനസ് 1, അവസാനം എ റൈസ് ടു എൻ. അങ്ങനെ എൻ എലമെൻറ്റ്സ് ഉണ്ട് ഈ സൈക്ലിക് ഗ്രൂപ്പിലെന്ന് നമ്മൾ കണ്ടെത്തും. അതാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? ജിയിലെ എലമെൻ്റാണ്. നമുക്കറിയാം എയുടെ പവേഴ്സ് എടുത്ത് നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ 2 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുക. അടുത്തത് എ റൈസ് ടു എൻ മൈനസ് 1. ഇനി എ റൈസ് ടു എൻ എടുത്തുമ്പോൾ എന്തായിട്ട് മാറും? ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. അപ്പോൾ എ ജിയിലെ എലമെൻ്റാണ്. ഈ പറയുന്ന എല്ലാ പവേഴ്സും എവിടുത്തെ എലമെൻ്റാണ്?